ജില്ലയിലെ കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതിക്കും ഉൽപാദന മേഖലയുടെ വളർച്ചയ്ക്കും ഭക്ഷ്യോൽപാദന മേഖലയിൽ സമഗ്ര ഇടപെടൽ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കട്ടപ്പനയിൽ നടക്കുന്ന കർഷക സംഘം സെമിനാർ. കാർഷിക മേഖലയുടെ പുരോഗതിയിൽ സഹകരണ കുടുംബശ്രീ പ്രസ്ഥാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മുൻമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ, നാണ്യവിളകളുടെ രാജ്യാന്തരതല വിപണനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, ജില്ലയിൽ ഗുണമേന്മാ പരിശോധന കേന്ദ്രങ്ങൾ, സംയോജിത കൃഷി വികസനം, കാർഷിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൽ തുടങ്ങിയ ആശയങ്ങൾ സെമിനാറിൽ ഉയർന്നു വന്നു. ജില്ലയുടെ സർവ്വതല വികസനം ഉറപ്പാക്കുന്ന നവ ഇടുക്കി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ജനകീയ ഏജൻസികളായ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ കാർഷിക മേഖലയുടെ പുരോഗതി ഉറപ്പാക്കണം. ഇതിനായി ടൂറിസം, പശ്ചാത്തല സൗകര്യം, ആരോഗ്യം, തോട്ടം വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളുടെയും മുന്നേറ്റവും അനിവാര്യമാണെന്ന ആശയം സെമിനാറിൽ ഉയർന്നു. അവർ മുൻകൈയെടുത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നവ ഇടുക്കിയുടെ ഭാഗമായി, അജണ്ടയുടെ ഭാഗമായി രൂപം നൽകിയത് അന്ന് കണ്ടത് അത് ഓർമ്മിപ്പിക്കാൻ മാത്രം ഞാൻ തുനിയുന്നു. പാക് സംസ്ഥാന പ്രസിഡന്റ് കെ.വി. ശശി മോഡറേറ്റർ ആയിരുന്നു. മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു പി. അലക്സ് വിഷയം അവതരിപ്പിച്ചു. കർഷകരെ ആദരിക്കൽ ചടങ്ങ് അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം എം.എം. മണി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി.വി. വർഗീസ് ഭാവി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ, കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ജോയ് വെട്ടിക്കുഴി, സംസ്ഥാന കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാരതിനാൽ, സംഘാടക സമിതി ചെയർമാൻ കെ.എസ്. മോഹനൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എൻ.വി. ബേബി, സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, നേതാക്കളായ എം.ജെ. മാത്യു, ഷാരിജ സുരേന്ദ്രൻ, വി.ആർ. സജി, മാത്യു ജോർജ്, എം.സി. ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.